ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ഡെസേർട്ട് റെഡിയാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രീമി ആയിട്ട് നല്ല ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു അര കപ്പ് തേങ്ങ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആൽമണ്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതാ നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. മിൽക്ക് മെയ്ഡ് നമ്മുടെ ഇഷ്ടാനുസരം പോലെ നമുക്ക് എത്ര വേണ്ടത് അതിനാവശ്യാനുസരം പോലെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പാൽപ്പൊടിയാണ്, ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിരിക്കാൻ പാടില്ല കേട്ടോ, ഒരുവിധം ചെറിയൊരു ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം 1.5 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 കപ്പ് പാൽ, അതിലേക്ക് ഞാൻ കസ്റ്റേർഡ് പൗഡർ ഒരു 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെച്ചേക്കാം. പാൽ നല്ല ചൂടായി വരട്ടെ. അതിലേക്ക് ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടള വരുമല്ലോ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. അതിനുശേഷം നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ അതും കൂടെ നമ്മളിത് ഒഴിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ല പഞ്ചസാര മാത്രം ചേർക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല, എല്ലാം നമ്മുടെ സൗകര്യം പോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരട്ടെ. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പാല് നല്ല തിളച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ കസ്റ്റർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കട്ട വിളിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നമുക്കൊരു ചെറിയൊരു ക്രീം പോലെ മാത്രം ആക്കിയാൽ മതി കേട്ടോ, ഒരുപാട് തിക്നെസ് ആക്കി എടുക്കാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ല. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമുക്ക് ആക്കുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കിത് എടുത്ത് അത് നമ്മുടെ ബ്രെഡ് കൂടെ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതുപോലെ ഉണ്ടാവണം, അപ്പോഴാണ് നന്നായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരികളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ 4 പീസാക്കി നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടാനുസരം പോലെ നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കണം കേട്ടോ. ബ്രെഡ് വന്നിട്ട് ഒരുപാട് ഡ്രൈ ആയിരിക്കേണ്ട, ഡ്രൈ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ആവിൽ വെച്ചൊന്ന് ചൂട് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രെഡ് ഇപ്പോൾ സോഫ്റ്റ് ആയ കാരണം ഞാൻ നേരെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കാൻ കേട്ടോ, ഒരുപാട് വെച്ച് കൊടുക്കേണ്ട, ജസ്റ്റ് 1 സ്പൂൺ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അത് ഒട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ ബ്രെഡും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പ് വേണമെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരം പോലെ നമുക്ക് എത്ര വേണ്ടത് അതിനാവശ്യാനുസരം പോലെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്യാം. അത് ഞാനിപ്പോൾ വീണ്ടും കൂടെ ഒന്ന് റെഡിയാക്കി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ ബ്രെഡായിട്ട് ഇങ്ങനെ ഒരു പകുതി അളവിലേക്ക് മുങ്ങുന്നതായിട്ട് വെച്ചാൽ കേട്ടോ, മുഴുവനായിട്ട് മുക്കി കൊടുക്കല്ലേ, ഈ പകുതി അളവിലേക്ക് മുങ്ങിയാൽ മതി. അപ്പോഴേ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിലും ഒരുപാടും സോഫ്റ്റ് ആവാതിരിക്കണ്ട, അപ്പോൾ അതിന് പകുതി അളവിലേക്ക് മുങ്ങുന്ന രീതിക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആവശ്യാനുസരം പോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുകളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളടുത്തുള്ള നട്ട്സുകൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആവശ്യാനുസരം പോലെ ഞാനിപ്പോൾ ബദാമും പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള നട്ട്സ് ഏതാ വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാ നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ഇപ്രാവശ്യം ഇതിന് ഇതുപോലൊരു അടിപൊളി ഡെസേർട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. നമ്മുടെ ഈ ഒരു കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നല്ല ക്രീം പോലെയുള്ളത്, അത് നമ്മളങ്ങനെ ഓരോന്നും ബ്രെഡിലിങ്ങനെ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ.